ആദ്യഘട്ടത്തിൽ തന്നെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി ആ സമയത്ത് തന്നെ തത്സമയം നടത്തിയ രക്ഷാപ്രവർത്തനം അത് എടുത്തു പറയേണ്ടതാണ്. ഡോക്ടർമാർ ഉൾപ്പെടെ, ബൈസ്റ്റാൻഡേഴ്സ് ഉൾപ്പെടെ, സമീപത്തുള്ള സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ ഓടിയെത്തിയുള്ള ആ ഒരു രക്ഷാപ്രവർത്തനം അത് വലിയൊരു ദുരന്തത്തിനാണ്. ദുരന്തത്തെ ഒഴിവാക്കി കിട്ടിയെന്ന് തന്നെ തീർച്ചയായും പറയേണ്ടിയിരിക്കുന്നു. വളരെ പെട്ടെന്നുള്ളൊരു രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നു. തീർച്ചയായിട്ടും. കാരണം ഒരു 7:30 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. കോഴിക്കോട് നഗരത്തിലുള്ള മെഡിക്കൽ കോളേജാണ്. സംഭവം അറിഞ്ഞു പുക വരുന്നു എന്ന വിവരം അറിഞ്ഞാണ് ഞങ്ങൾ ഇവിടേക്ക് വരുന്നത്. വരുന്ന ഘട്ടത്തിൽ കാണുന്നത് വലിയ രീതിയിൽ പുക കാഷ്വാലിറ്റിക്ക് പുറത്തേക്ക് വരുന്നു. അകത്തേക്ക് നോക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള കറുത്ത പുകയാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഒരു 19 ആംബുലൻസ് ഇവിടെ ഉണ്ടായിരുന്നു. നഗരത്തിൽ തന്നെയുള്ള എല്ലാ ആംബുലൻസുകളും വേഗത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് എത്തി രോഗികളെ പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഡോറുകളൊക്കെ തന്നെ തുറന്ന രോഗികളെ ഈ പ്രധാന കവാടം വഴിയാണ് പുക പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് മറ്റ് കവാടങ്ങളൊക്കെ തന്നെ തുറന്നുകൊണ്ട് ആളുകളെ പുറത്തേക്ക് എത്തിച്ച് സ്ട്രക്ചറിൽ തന്നെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവർ ആംബുലൻസിലേക്ക് മാറ്റി വിവിധ ആശുപത്രിയിലേക്ക് പെട്ടെന്ന് മാറ്റുകയാണ് ചെയ്തത്. ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ പെട്ടെന്ന് തന്നെ ആംബുലൻസ് കയറ്റി വിവിധ ആശുപത്രികളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതിൻ്റെ സീരീസ് അനുസരിച്ചാണ് ആളുകളെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സ്വകാര്യ ആശുപത്രികളോട് പെട്ടെന്ന് തന്നെ തയ്യാറെടുക്കാൻ നിർദ്ദേശം നൽകി. സന്നദ്ധ പ്രവർത്തകരെത്തി, ഫയർഫോഴ്സ് എത്തി, പോലീസ് എത്തി, ഉന്നത ഉദ്യോഗസ്ഥരെത്തി, കളക്ടർ എത്തി, ഒപ്പം തന്നെ എംപിയും MLA ഒക്കെ തന്നെ സ്ഥലത്തെത്തി കാര്യങ്ങൾ നിയന്ത്രിച്ചു. മേയർ ഉൾപ്പെടെ ഇവിടെ വന്നിരുന്നു. അങ്ങനെ പെട്ടെന്നുള്ളൊരു രക്ഷാപ്രവർത്തനം ഫയർഫോഴ്സ് എത്തി വേഗത്തിൽ തന്നെ അകത്തുള്ള പുക പൂർണ്ണമായും പുറത്തേക്ക് കളയാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തി. അങ്ങനെ ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ സമയം എടുത്തിട്ടാണ് അവർ പുക മുഴുവൻ പൂർണ്ണമായിട്ടും പുറത്തേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ക്ലീനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ കൂട്ടമായി നിന്ന്, പ്രത്യേകിച്ച് വോളണ്ടിയേഴ്സ് ധാരാളമുള്ള ഒരു മെഡിക്കൽ കോളേജാണ്. അതിൽപ്പെട്ട കുറച്ച് വോളണ്ടിയേഴ്സാണ്. ഇവരൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളാണ്. ചേട്ടാ, എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുള്ള രക്ഷാപ്രവർത്തനം നടത്തിയത്? ഇത് ഇവിടെ ഈ സംഭവത്തോടനുബന്ധിച്ച് ആർക്കും ഒരു മരണമായിട്ട് ഒരു സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടില്ല. നിങ്ങളൊക്കെ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? നിങ്ങൾ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? ഈ ആദ്യമുള്ള ദത്തുകളാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ ഒരു ദത്ത് ഇതിനോടനുബന്ധിച്ച് ഇവിടെ നടന്നിട്ടതായി നമ്മൾ കണ്ടില്ല. ഇല്ല. നേരത്തെ സംസാരിച്ച രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ പുറത്തു പോകുന്ന ആളുകളായിരിക്കും. അവർ പറയുന്നത് 4 ബോഡി മോർച്ചറിലേക്ക് മാറ്റി അവർ കണ്ടു എന്നൊക്കെയാണ് പറയുന്നത്. ഓർഡറിലുള്ള ദത്താണ് ഇവിടെ ഉള്ളത്. കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന ഡെത്തായിട്ടുള്ള ആളുകൾ മാറ്റാൻ വെച്ചിരുന്ന ബോഡികളാണ് മാറ്റാൻ വേണ്ടി വെച്ച ബോഡികളാണ്. അവരെ ആളുകളെ കണ്ടെത്തി അവർക്കുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്ത് കഴിഞ്ഞുകൊണ്ട് പേപ്പർ വർക്കുകൾ നടന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവം നടക്കുന്നത്. ഈ പുക വന്ന ശേഷം പെട്ടെന്ന് തന്നെ ആളുകൾ പുറത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. എല്ലാവരും രക്ഷപ്പെടുത്താനുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ വൾഡേഴ്സും ഇവിടെ കൂട്ടത്തോടെ നിന്നുകൊണ്ട് സ്റ്റാഫുകളും എല്ലാവരും അവരെല്ലാവരും രക്ഷപ്പെടുത്തി കഴിഞ്ഞു. ഈ അനുഭവത്തോട് കൂടിയിട്ട് ഒരു കാര്യങ്ങൾ ഇവിടെ നടന്നില്ല. അവർ പറഞ്ഞ ഓക്സിജൻ സഹായം വേണ്ട ഒരു പേഷ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അവർക്ക് ബുദ്ധിമുട്ടായി, അങ്ങനെ ഏതെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഇവിടെ നടന്നില്ല. ഇല്ല. എല്ലാ സെറ്റപ്പോട് കൂടിയിട്ടാണ് എല്ലാ വണ്ടിയും ആംബുലൻസും എല്ലാ ജനങ്ങളും വന്നതിൽ ICU ലെവൽ ആംബുലൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ICU ലെവൽ ആംബുലൻസ് ഒരുപാട് ആംബുലൻസുകളുടെ ICU ലെവലിൽ എല്ലാ ആംബുലൻസുകളും ഇവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. ഇവർ ഇവിടെ വർഷങ്ങളായിട്ട് സേവനം ചെയ്യുന്ന വോളണ്ടിയേഴ്സാണ്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവരിവിടെ ഉണ്ടായിരുന്നതാണ്. ആ അകത്തുണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടോ ആ സമയത്ത് ഇവിടെ? അകത്തുള്ളവർ ഒരുപാട് ആളുകളുണ്ട്. ഇവിടുത്തെ സ്റ്റാഫുകൾ, വോളണ്ടിയേഴ്സുകൾ ഒരുപാട് ആളുകളുണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ് ഈ അകത്തുണ്ടായിരുന്ന എന്താ പറയുന്നത്? ഈ പുക വന്ന് പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടോ, അങ്ങനെ എന്തും പറഞ്ഞു? അല്ല, നമ്മൾ വേറെ സെക്ഷനല്ലേ ഇനി. കാഷ്വാലിറ്റി തന്നെയായിരുന്നു. ഇനി വേറെ ഒന്നും പുക മാത്രമേ ഉള്ളൂ. ഇനി ഇവരൊക്കെ തന്നെ കാഷ്വാലിറ്റിയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നവരാണ്. അതായത് നേരത്തെ ഒരു സഹായിക്കാൻ വന്ന ആൾ പറഞ്ഞത് 4 ബോഡി കൊണ്ടുപോയി എന്നുള്ള രീതി പറഞ്ഞിരുന്നു. കോൺഗ്രസ് നേതാക്കളും അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ മെഡിക്കൽ കോളേജ് അധികൃതർ ആ ഘട്ടം മുതൽ അത് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് അങ്ങനെ ഒരു പ്രതികരണം നടത്തണമെങ്കിൽ അത്തരത്തിൽ ആരെങ്കിലും ഒരു പരാതി ഉന്നയിച്ചിരുന്നോ? അതായത് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി 100 കണക്കിന് ആളുകൾ ഇവിടേക്ക് വന്നിരുന്നു. ആ വന്ന ഘട്ടത്തിൽ ഞാൻ ഉൾപ്പെടെ ഈ വിവരം അറിഞ്ഞ് വരുന്ന ഘട്ടത്തിൽ ഈ കാഷ്വാലിറ്റിൻ്റെ പുറത്ത് മൃതദേഹങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടിരുന്നു. ആ ഘട്ടത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തിയവരാണ് പറഞ്ഞത് ഈ കാഷ്വാലിറ്റിയിൽ നിന്ന് ഈ സംഭവത്തിനെ തുടർന്ന് മരണം സംഭവിച്ചതാണെന്ന രീതിയിൽ നമ്മുടെ ലൈവിൽ തന്നെ അവർ ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ നമ്മൾ സൂപ്രണ്ടിനെ ഉൾപ്പെടെ ഫോണിൽ വിളിച്ച് അത് കൺഫേം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ സൂപ്രണ്ട് അത് ആ സമയത്ത് തന്നെ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഈ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളായിരിക്കാം ഇവിടെ എത്തിയ ജനപ്രതിനിധികളോട് ഇത്തരത്തിൽ ഇങ്ങനെ 4 മൃതദേഹങ്ങൾ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റിയിട്ടുണ്ട്, കാഷ്വാലിറ്റിയിൽ നിന്ന് മോർച്ചറിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവുക. അത് വെച്ചിട്ടായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക. ഏതായാലും ഇപ്പോൾ നമ്മൾ സംസാരിച്ച വോളണ്ടിയേഴ്സ് അവരിവിടെ സ്ഥിരമായി ജോലിയെടുക്കുന്ന വോളണ്ടിയേഴ്സാണ്, സന്നദ്ധ പ്രവർത്തകരാണ്. അവരൊക്കെ തന്നെ സംഭവ സമയത്ത് ഉണ്ടായിരുന്നവരാണ്. അതുകൊണ്ട് അവർ പറയുന്നത് ആ മൃതദേഹങ്ങൾ കാഷ്വാലിറ്റി തന്നെ ഉണ്ടായിരുന്നു. അതായത് ഗുരുതര പരിക്ക് പറ്റുമോ അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിലെത്തിയ ആളുകൾ ഇവിടെ വെച്ച് ഡെത്ത് ആയതായിരിക്കും. അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മോർച്ചറിലേക്ക് മാറ്റുന്ന ഘട്ടത്തിലായിരിക്കാം ഈ സംഭവം ഉണ്ടായിരിക്കുക.
അപ്പോൾ സ്വാഭാവികമായിട്ട് രക്ഷാപ്രവർത്തനം ഓടി വന്നവർ കാണുന്നത് മൃതദേഹം പുറത്തേക്ക് മാറ്റുന്നതാണ് കാണുന്നത്. അങ്ങനെ പറഞ്ഞതാകാം എന്നാണ് അവർ പറയുന്നത്. ഏതായാലും ഇതിനൊക്കെ തന്നെ ഒരു അന്തിമമായിട്ട് കാര്യങ്ങൾ പറയേണ്ടത് മെഡിക്കൽ കോളേജ് അധികൃതരാണ്, മെഡിക്കൽ കോളേജ് സൂപ്രണ്ടാണ്, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളാണ്. അവർ ഇതുവരെ ഈ ഘട്ടം വരെ ആ കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം പറഞ്ഞിട്ടില്ല. അവർ പറയുന്നത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, അവരുടെ അറിവിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇനി കൂടുതൽ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. ഏതായാലും 34 രോഗികളെ ഇവിടെ നിന്ന് സുരക്ഷിതമായി 34 ആംബുലൻസുകൾ തന്നെ വിവിധ ആശുപത്രികളിലേക്ക് പെട്ടെന്ന് തന്നെ വളരെ വേഗത്തിൽ ഇവിടെ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരും മറ്റ് ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുകയാണ്. ബീച്ച് ജനറൽ ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പഴയ ക്യാഷ്വാലിറ്റിയിലും ക്യാഷ്വാലിറ്റി സേവനങ്ങൾ ഉണ്ടാകുമെന്ന് ആരോഗ്യ വകുപ്പ് തന്നെ അറിയിച്ചിട്ടുണ്ട്. ആളുകൾക്ക് ആശങ്ക ഉണ്ടാകേണ്ട സാഹചര്യമില്ല. ഇനി ഏതെങ്കിലും രോഗികൾ അടിയന്തരമായി കോഴിക്കോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ബീച്ച് ആശുപത്രിയിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൻ്റെ പഴയ ക്യാഷ്വാലിറ്റിയിലോ അതല്ലെങ്കിൽ കോഴിക്കോട് നഗരത്തിൽ തന്നെയുള്ള മറ്റ് സ്വകാര്യ ആശുപത്രികളുടെ ക്യാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആളുകൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പുതിയ ക്യാഷ്വാലിറ്റിയിലാണ് ഈ സംഭവം നടക്കുന്നത്. പുകയുണ്ടാകുന്നു, അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വേഗത്തിൽ നടത്തുന്നു. ക്യാഷ്വാലിറ്റി പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. ഇനി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച് വൃത്തിയാക്കിയ ശേഷം മാത്രമേ ഈ ക്യാഷ്വാലിറ്റി പ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിയുള്ളൂ. അത് ഒരുപക്ഷെ നാളത്തെയോടുകൂടി അത് പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഈ വൈദ്യുതി തകരാറ് പൂർണ്ണമായും പരിശോധിച്ച് അത് കണ്ടെത്തി പരിഹരിക്കേണ്ടതുണ്ട്. ഇലക്ട്രിക്കൽ വിഭാഗം പരിശോധന നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അതിന് സമയമെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. ആ ഘട്ടം വരെ മറ്റ് സേവനങ്ങൾ രോഗികളും അവരുടെ കൂട്ടിരിപ്പാരും തേടുന്നതായിരിക്കും നല്ലതെന്നാണ് ആരോഗ്യവകുപ്പും പറയുന്നത്. ഏതായാലും ഇവിടുത്തെ കാര്യങ്ങൾ നിലവിൽ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പുക മുഴുവൻ പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഫയർഫോഴ്സ് ഇവിടെ നിന്ന്. അതുകൊണ്ട് അവരും പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഇനി ആശുപത്രി അധികൃതരാണ് ഇവിടെ ഈ സ്ഥലം വൃത്തിയാക്കി ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് വീണ്ടും കാഷ്വാലിറ്റി പ്രവർത്തനം ആരംഭിക്കേണ്ടത്. അപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. 2023 മാർച്ച് 4 ഉദ്ഘാടനം ചെയ്ത ഒരു കെട്ടിടമാണ്. വെറും 2 വർഷം മാത്രമായിട്ടുള്ള കെട്ടിടത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് അവിടെയാണ് ഇങ്ങനൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ എന്തുകൊണ്ട് ഈ അപകടം സംഭവിച്ചു, ഷോർട്ട് സർക്യൂട്ട് എങ്ങനെ ഉണ്ടായി എന്നൊരു ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ചില രക്ഷാപ്രവർത്തകർ പല പരാതികളും പറയുന്നുണ്ട്. ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത്, പുക വന്ന സമയത്ത് പ്രധാന ഗേറ്റ് വഴി ആർക്കും പുറത്ത് കടക്കാൻ പറ്റിയിരുന്നില്ല, വലിയ രീതിയിൽ പുകയായിരുന്നു. അതുകൊണ്ട് മറ്റ് കവാടങ്ങൾ വഴിയാണ് പുറത്തേക്ക് പോകേണ്ടിയിരുന്നത്. പക്ഷേ കവാടങ്ങളുടെ കുറവുണ്ടായിരുന്നു. പ്രധാനമായും കോഴിക്കോട് മെഡിക്കൽ കോളേജിന് ക്യാഷ്വാലിറ്റിയിലേക്ക് ആംബുലൻസുകൾ വരുന്നതും പോകുന്നതും ഒരു വഴിയിലൂടെയാണ്. ബാക്കി വഴികളൊക്കെ തന്നെ അടച്ചിട്ടേക്കുവാണ്. അതുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിന് കുറച്ച് ഡിലേ വന്നു, താമസം വന്നു എന്നൊരു പരാതി രക്ഷാപ്രവർത്തകർ പറഞ്ഞിരുന്നു. ഇവിടെ വന്ന കളക്ടറോടൊക്കെ തന്നെ ഈ പരാതി പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ആ കാര്യത്തിൽ നാളെ ഒരു പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാരണം കവാടങ്ങൾ കുറവായിരുന്നു എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ വരികയും ചെയ്തിരുന്നു. അതേതായാലും അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇങ്ങനൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പുറത്തേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു കണ്ടെത്തൽ കൂടി വേണ്ടതാണ്. പ്രധാന കവാടം മാത്രമാണ് ഉണ്ടായിരുന്നത്. പെട്ടെന്നാണ് ബാക്കിയുള്ള രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ എത്തി ബാക്കി കവാടങ്ങൾ തുറക്കുകയും ആംബുലൻസുകൾ കടത്തിവിടുകയൊക്കെ തന്നെ ചെയ്തത്. ഏതായാലും മെഡിക്കൽ